അതിപുരാതന കാലം മുതൽക്കു തന്നെ മനുഷ്യരാശി ചില വിശ്വാസങ്ങളുടെ ആധാരത്തിൽ പല കാരണങ്ങളാൽ ഈശ്വരനെ തിരയുകയായിരുന്നു. പ്രാർത്ഥന, പൂജ, ആരാധന, യാചന, കൃതജ്ഞത, നേർച്ച, സമർപ്പണം, ധ്യാനം, ഇങ്ങനെ അനേക പ്രകാരത്തിൽ ആളുകൾ ഈശ്വരനോടുള്ള ആഴമാർന്ന സ്നേഹവും വിശ്വാസവും പ്രകടിപ്പിച്ച് ഈശ്വരനെ പ്രാപ്തമാക്കുവാൻ ശ്രമിച്ചിരുന്നു. നിരാശയുടെ സമയങ്ങളിൽ ആശയുടെ കിരണങ്ങൾക്കായി, കഷ്ടതയുടെ സമയം വരുമ്പോൾ അതുപോലെ പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്കായി, വിഷമം പിടിച്ച പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ശക്തിക്കായി, മനുഷ്യരാശിയുടെ നന്മയ്ക്കായി, സ്വയം തൻ്റെ ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനായി, ഇതിനെല്ലാം ഈശ്വരനെ തന്നെയാണ് എല്ലാവരും മഹത്വപൂർണമായി ഓർമ്മിക്കുന്നത്. തീവ്രവിശ്വാസികൾക്ക് ഈശ്വരൻ കേവലം പരമാധികാരി മാത്രമല്ല, തൻ്റെ എല്ലാമാണ്. പ്രത്യേകിച്ചും വിഷമഘട്ടങ്ങളിലെ രക്ഷകൻ, മുക്തിദാതാവ്, കഷ്ടതയില്ലാതെയാക്കുന്നവൻ, വേദനയകറ്റി ശീതളത പ്രദാനം ചെയ്യുന്ന അദൃശ്യഹസ്തം. ഇങ്ങനെ നീളുന്നു ആ പട്ടിക. ഈശ്വരനെ ഏതു രീതിയിൽ ആരാധിക്കുന്നവർക്കും പൂജിക്കുന്നവർക്കും ഈശ്വരൻ്റെ മേൽ സ്വാഭാവികമായ പൂർണ്ണമായ അവകാശം അനുഭവപ്പെടാറുമുണ്ട്. ഇനി അഥവാ സമയമനുസരിച്ച് ഈശ്വരൻ സഹായഹസ്തവുമായി എത്തിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തവും അവർ ഈശ്വരന് മേൽ വയ്ക്കുന്നു. കഷ്ടപ്പാടിൻ്റെ സമയം അവരുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥന പൂർത്തീകരിക്കുവാൻ ഈശ്വരൻ ബാധ്യസ്ഥനാണ് എന്ന് കരുതുന്നു. ഇങ്ങനെയും കുറേ പേരുണ്ട്. അവർ ഈശ്വരനെ കണ്ടെത്താനായി കേഴുന്നു, നിലവിളിക്കുന്നു, സ്നേഹത്തിൻ്റെ വിലയേറിയ കണ്ണീരൊഴുക്കുന്നു. അവർക്കാണെങ്കിൽ ഭഗവാനോട് തന്നെയാണ് ഏറ്റവും പ്രിയം. അവർ ഈശ്വരനോട് പരാതിയും പറയും. ഈശ്വരനെ വിളിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നില്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കൊതിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. ഇതൊക്കെയാണ് പരാതി. വിദ്വാൻമാരുടെയും പണ്ഡിതന്മാരുടെയും ഇടയിൽ ഈശ്വരൻ ഗൗരവമേറിയ ചർച്ചാ വിഷയം തന്നെയാണ്. ആഴമേറിയ സംവാദ വിഷയമാണ്. വിഭിന്ന ദർശനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ധാർമ്മിക ആചാരങ്ങളുടെയും കേന്ദ്രബിന്ദുവായി അവർക്കിടയിൽ ഈശ്വരൻ ഇരിക്കുന്നു. അവരുടെ പാണ്ഡിത്യവും അനുഭവവും കൂട്ടിക്കലർത്തി വേദാന്തത്തിൻ്റെയും ധാർമ്മികതയുടെയും തുറകളിലെ ഗഹനമായ പഠനത്തിലൂടെ ഈശ്വരനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഭിന്നമായ വിധികൾ അവർ ഈ സംവാദങ്ങളിലൂടെ സ്പഷ്ടമാക്കാൻ ശ്രമിക്കുന്നു. ചിലരാണെങ്കിൽ ഭഗവാനെ ഒരതിഥിയെ പോലെയാണ് കാണുന്നത്. ആവശ്യ സമയം വരുമ്പോൾ ഭഗവാന്റെ സഹായത്തിനായി കേഴുന്നു. പിന്നെ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച ശേഷം ഒരനിശ്ചിത കാലത്തേക്ക് ദൂരെയാക്കുന്നു. സുഖത്തിൻ്റെ സമയങ്ങളിൽ സൗകര്യപൂർവ്വം ഈശ്വരനെ അവഗണിക്കുന്നു. എന്നാൽ കഷ്ടപ്പാടിൻ്റെ സമയങ്ങളിൽ ഈ കഷ്ടങ്ങൾക്ക് പരിഹാരം കാണുവാനായി ഈശ്വരനെ സമീപിക്കുന്നു. എന്തായാലും ഈശ്വരൻ തൻ്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും തൻ്റെ മേൽ കൃപ ചൊരിയുകയും ചെയ്യും എന്നവർ ആശിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, തനിക്ക് വേണ്ടപ്പോൾ തനിക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ പോലും കാണിക്കാൻ കഴിവുള്ളവനാണ് ഈശ്വരൻ എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ശാന്തി, സുഖം, സമ്പന്നത ഇവ പ്രദാനം ചെയ്യുന്നവനായി ഈശ്വരനെ എല്ലാവരും വാഴ്ത്തുന്നു. എന്നാൽ തൻ്റെ ദുഃഖങ്ങൾക്ക് ഉത്തരവാദി ഈശ്വരനാണ് എന്നൊരാരോപണവും ഈശ്വരൻ്റെ മേലെയുണ്ട്. രസകരമായ കാര്യം ഇതാണ്. ദുഃഖദായിയായ ഒരു കർമ്മം ചെയ്യുന്നതിന് മുൻപ് ഈശ്വരനോട് ആരും അനുവാദമോ അഭിപ്രായമോ തേടാറില്ല. എന്നാൽ എന്തെങ്കിലും തെറ്റായ രീതിയിൽ വന്നു ഭവിച്ചാൽ ഈശ്വരൻ എന്തുകൊണ്ട് എൻ്റെ മേൽ ദയ കാണിച്ചില്ല എന്ന് ശങ്ക കൂടാതെ ഈശ്വരനുമേൽ ആരോപണം നടത്തുന്നു. ഇങ്ങനെയും ചില ആളുകളുണ്ട്. ഈശ്വരനെ ഭയക്കുന്നവർ ഈശ്വരൻ എന്ന് പറയുമ്പോൾ തന്നെ സ്നേഹത്തിനു പകരം ഭയഭീതരാകുന്നു. ഈശ്വരൻ ശപിക്കുമോ, ഈശ്വരൻ കോപിക്കുമോ എന്നെല്ലാം കരുതുന്നു. അതേസമയം അവരുടെ ഉള്ളിൽ ഈശ്വരനോട് നിസ്സീമമായ ഭക്തിയും അഗാധ സ്നേഹവുമുണ്ട്. ഇനി ഇങ്ങനെയും ചില ആളുകളുണ്ട്. ഓരോ കാര്യത്തിനും ഈശ്വരനോട് നന്ദി പറയുന്നവർ. അവർ വിചാരിക്കുന്നു എന്തുണ്ടോ അതെല്ലാം ഈശ്വരൻ്റെ ദാനമാണ് എന്ന്. പിന്നെ ചിലരുണ്ട് കുടുംബ പാരമ്പര്യം നിലനിർത്തുന്നതിൻ്റെ ആവശ്യത്തിനായി പ്രാർത്ഥനാചാരങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ. മറ്റു ചിലർ ചില മഹാപുരുഷന്മാരെ ഈശ്വരൻ എന്ന് കരുതുന്നു.
ശ്രേഷ്ഠരായ മഹാന്മാർ വളരെയധികമുണ്ട്. അവർ വളരെ പേരെ ഉദ്ധരിച്ചിട്ടുമുണ്ട്, മാർഗദർശനം നൽകിയിട്ടുമുണ്ട്. എന്നാൽ ആ മഹാന്മാർ പോലും ഏതോ ഒരു ഈശ്വരനെ പ്രാർത്ഥിച്ചിരുന്നു എന്നതാണ് സത്യം. പലപ്പോഴും ഈശ്വരനെ വിശ്വസിക്കുന്നവരും അല്ലാത്തവരും തമ്മിൽ ചർച്ചകൾ നടക്കാറുണ്ട്. ആ ചർച്ചയിൽ ചോദ്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഈശ്വരൻ ഉണ്ട് എങ്കിൽ കാണിച്ചു തരൂ എന്നവർ വാദിക്കുന്നു. ഈശ്വരൻ ദയാലുവെങ്കിൽ ഈ ലോകത്തിൽ എത്ര പ്രശ്നങ്ങളാണ്, ഇതെല്ലാം പരിഹരിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നമെങ്കിലും പരിഹരിക്കട്ടെ. ഈശ്വരൻ കൃപാലുവാണെങ്കിൽ ഈ ലോകത്തുള്ളവരെല്ലാം ദുഃഖിക്കാതെയിരിക്കട്ടെ. അപ്രിയ സംഭവങ്ങൾ ഒഴിവാക്കി തരുവാൻ ഈശ്വരനാകില്ലേ? പിന്നെന്തിനാണ് ഈശ്വരൻ? ഇങ്ങനെയെല്ലാം ചോദിക്കുന്നു. പ്രകൃതിയിലെ തത്വങ്ങൾ, ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, അതുപോലെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പ്രകൃതിയിലെ മറ്റ് വൈഭവങ്ങൾ, ഇതിനെയെല്ലാം ഈശ്വരൻ എന്ന് മാനിക്കുന്നവരുമുണ്ട്. എന്നാൽ മറ്റു ചിലർ ഇവയെല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു ഭാഗത്ത് പറയുന്നു ഈശ്വരൻ സർവ്വവ്യാപിയാണ്, കണകണങ്ങളിലുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഈശ്വരൻ ദൂരെ എവിടെയോ ഇരിക്കുന്നു എന്നു കരുതി വിളിക്കുന്നുമുണ്ട്. ഈശ്വരൻ സർവ്വവ്യാപിയാണ് എങ്കിൽ ദുഃഖവും അശാന്തിയും ഉണ്ടാകുന്ന സമയത്ത് ചുറ്റുമുള്ളവരെയെല്ലാം മറന്ന്, തന്നെ തന്നെ മറന്ന്, തൻ്റെ മുഖം മുകളിലേക്ക് ഉയർത്തി ഈശ്വരനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഈശ്വരനുണ്ടെന്നൊരിക്കലും വിശ്വസിക്കാത്തവരുമുണ്ട്. ഈശ്വരനേ ഇല്ല, ഈശ്വരൻ വെറും കൽപ്പനയാണ് എന്നാണ് അവർ വാദിക്കുന്നത്. ഇനി ആജ്ഞേയതാവാദികൾ എന്ന് പറയുന്ന ചിലരുണ്ട്. ഈശ്വരൻ എന്ന അസ്തിത്വത്തെക്കുറിച്ച് അറിയില്ല, എന്നാൽ എന്തോ ഒരു ശക്തിയുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണെങ്കിലും ലോകത്തിലുള്ളവരിൽ കൂടുതൽ പേരും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരാണ്. ഇതിനർത്ഥം ലോകത്തെ ഒന്നടങ്കം ഈശ്വരീയമായൊരു സ്നേഹം ബന്ധിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ പറയാതെ തന്നെ അറിയാം, അതായത് ഈശ്വരനെക്കുറിച്ചുള്ളൊരു സാമാന്യ ജ്ഞാനം സ്വയം തന്നെയും സമൂഹത്തെയും ഈ അനന്തമായ ലോകത്തെയും ശാന്തിയിലേക്കും നന്മയിലേക്കും നയിക്കും എന്നതാണ് സത്യം. സാധാരണയായി ആളുകൾ രണ്ടു രീതിയിലാണ് ഈശ്വരനിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുന്നത്. ഒന്ന് മതത്തിൻ്റെ മാർഗത്തിലൂടെ, അതിൽ പലതരം ആചാര അനുഷ്ഠാനങ്ങൾ ഉൾപ്പെടുന്നു. രണ്ടാമത്തേത് ആധ്യാത്മികതയിലൂടെ. ആധ്യാത്മികത മതത്തിനും ഉപരിയാണ്. മതത്തിൽ അനവധി അനുഷ്ഠാനങ്ങളിലൂടെ ആധ്യാത്മികതയുടെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത്. മതങ്ങളിൽ ഈശ്വരനെക്കുറിച്ചുള്ള ഭിന്ന ഭിന്ന അഭിപ്രായങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. ഒരു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്കു തന്നെ ആ വ്യക്തിയുടെ പുരുഷായുസ്സിൽ ഈശ്വരനെക്കുറിച്ചുള്ള വിശ്വാസവും ധാരണയും സമയോചിതമായും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും തൻ്റെ ഗ്രഹണക്ഷമതയുമനുസരിച്ച് പരിസ്ഥിതിക്കും മറ്റുള്ളവരുടെ സ്വാധീനത്തിനുമനുസരിച്ച് മാറിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടിയിരിക്കുന്നു. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നത് ആരുടെയെങ്കിലും അഭിപ്രായത്തിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന സത്യമാണോ? ഈശ്വരനെ ഞാൻ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ഈശ്വരനുണ്ട് എന്നർത്ഥമുണ്ടോ? ഈശ്വരനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് ഈശ്വരൻ ഇല്ല എന്നർത്ഥമുണ്ടോ? ഈ ചോദ്യം ഓരോരുത്തരും സ്വയം ഗൗരവപൂർവം ചോദിക്കേണ്ടതാണ്. ഇനിയും ചില ചോദ്യങ്ങളുണ്ട്. ഈശ്വരനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം മാറുന്നതിലൂടെ ഈശ്വരൻ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? എനിക്കറിയേണ്ടത് യാഥാർത്ഥ്യത്തെയാണോ, അതോ എനിക്കറിയേണ്ടത് കൽപ്പനകളും വിശ്വാസങ്ങളുമാണോ? ഞാൻ എവിടെയാണ് ഈശ്വരനെ തേടേണ്ടത്? എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെ തേടണോ? ഈശ്വരനെക്കുറിച്ചുള്ള സാഹിത്യ സൃഷ്ടികളിൽ തേടണോ? ചുറ്റുമുള്ള ആളുകളുടെ സാമാന്യ അഭിപ്രായ സംഹിതകളിൽ തേടണോ? സ്വയം ചോദിക്കണം. ഈശ്വരനെക്കുറിച്ച് എനിക്ക് എൻ്റേതായ ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുവാൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഞാൻ എത്ര കാലം മൂലധനമായി വയ്ക്കണം? ഈശ്വരൻ വ്യക്തിഗതമായി എനിക്ക് പ്രിയപ്പെട്ടവനാണോ, അതോ വായിച്ചു കൂട്ടുവാനും മനസ്സിലാക്കി വയ്ക്കുവാനും വേണ്ടി മാത്രം ഞാൻ ഈശ്വരനെ തേടുകയാണോ? ഈശ്വരനോട് സ്ഥായിയായ ബന്ധവും അതിലൂടെയുള്ള അനുഭവവുമാണോ എനിക്ക് വേണ്ടത്, അതോ എനിക്ക് കേവലം ഈശ്വരനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതിയോ? ഇതും സ്വയം ചോദിക്കേണ്ടതാണ്. ഞാൻ ഇതുവരെ സമ്പാദിച്ച അറിവും കൽപ്പനയും അനുസരിച്ചാണോ ഞാൻ ഈശ്വരനെ കാണേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും,
അതോ യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്താണോ എങ്ങനെയാണോ ആ രീതിയിൽ അറിഞ്ഞ് അനുഭവിക്കലാണോ എനിക്കിഷ്ടം? ഈശ്വരൻ ആരാണ്? എങ്ങനെയാണ് ഈശ്വരനുമായുള്ള അനുഭവം ഉണ്ടാക്കുക? എങ്ങനെ ഈശ്വരനുമായി ബന്ധം യോജിപ്പിക്കാം? എങ്ങനെ ഈശ്വരനോട് സംവേദിക്കാം? ഈശ്വരനെ ഈ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുമോ? നമുക്ക് തന്നെ സ്വയം സാധനയിലൂടെ ഈശ്വരനാകാൻ സാധിക്കുമോ? ഈശ്വരനോടൊന്നിച്ച് ഈശ്വരനിൽ ലയിച്ചു ചേരുവാൻ കഴിയുമോ? ഇവയെല്ലാം നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അറിവിൻ്റെയും അനുഭവങ്ങളുടെയും മാത്രം ആധാരത്തിലൂടെ ഗ്രഹിക്കുവാൻ കഴിയുന്ന നിരവധി പ്രതിഭാസങ്ങൾ ലോകത്തിലുണ്ട്. ഉദാഹരണമായി വൈദ്യുത പ്രവാഹം, വായു, സ്വാദ്, മണം ഇവയെല്ലാം അദൃശ്യമാണ്. എന്നിട്ടും അവയെ വ്യക്തമായി മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും നമുക്ക് കഴിയുന്നു. അതുപോലെ ഈശ്വരനെക്കുറിച്ചുള്ള സത്യമായ അറിവിലൂടെയും അനുഭവത്തിലൂടെയും നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പൂർണ്ണമായ പരിചയം നൽകുവാൻ സ്വയം ആ വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ. മറ്റാരു തന്നെ പറഞ്ഞാലും അത് അഭിപ്രായം മാത്രമായിരിക്കും. അതുപോലെ ഈശ്വരനു മാത്രമേ ഈശ്വരൻ ആരാണെന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞു തരുവാൻ കഴിയൂ. ഇപ്പോൾ ആ സമയം എത്തിയിരിക്കുകയാണ്. ഇവിടെ പങ്കിടുന്ന ഈ ജ്ഞാനം നിങ്ങൾ ദയവായി മനസ്സിലാക്കുക. അത് സർവശക്തിവാനായ ഈശ്വരൻ സ്വയം വെളിപ്പെടുത്തിയതാണ്. സത്യം ഉൾക്കൊള്ളാൻ ചിലപ്പോൾ അല്പം സമയമെടുത്തേക്കാം. സ്വയം വിശ്ലേഷിച്ചു നോക്കൂ. ഈ പറയുന്നവ അർത്ഥവത്താണോ എന്ന്. സത്യമായിട്ടുള്ളവ നിത്യമായിരിക്കും. അവയെ അപഗ്രഥിച്ച് മനസ്സിലാക്കുവാനുമാകും. അസത്യമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഈശ്വരനെ മനസ്സിലാക്കുവാൻ നമുക്കൊന്ന് പ്രയത്നിക്കാം. ഇപ്പോൾ ഈശ്വരൻ തീർത്തും ഇവിടെ തന്നെയുണ്ട്. ഈ ലോകത്തിൽ നമ്മളെല്ലാം നിലനിൽക്കുന്ന പോലെ ഈശ്വരനും നിലനിൽപ്പുണ്ട്. ഈശ്വരനെ മനസ്സിലാക്കാൻ നമുക്കൊന്ന് പ്രയത്നിക്കാം. ഈശ്വരന്റെ നാമം, രൂപം, വാസസ്ഥലം, ശക്തികൾ, ഗുണങ്ങൾ, ദിവ്യ കർത്തവ്യങ്ങൾ, ഭൂമിയിലെ അവതരണ സമയം ഇവയെക്കുറിച്ചെല്ലാം ഈശ്വരൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. അവ്യക്തനായ ഈശ്വരന്റെ അനന്തമായ വ്യക്തിത്വം എന്താണ്, എന്തല്ല, ഈശ്വരൻ എന്താണ് ചെയ്യുന്നത്, എന്തെല്ലാം ചെയ്യുന്നില്ല, ഇവയെല്ലാം അപഗ്രഥിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. സഹജമായ രീതിയിൽ മനസ്സ് ഏകാഗ്രമാക്കി ഈശ്വരനെ ഓർമ്മിക്കുന്നതിന് വ്യക്തമായ ചില ധാരണകൾ നമുക്കാവശ്യമാണ്. ഈശ്വരനെ അഥവാ ഈശ്വരന്റെ ഏതെങ്കിലും ഭാവത്തെ സ്നേഹപൂർവം ഓർമ്മിക്കുന്നത് തന്നെയാണ് ധ്യാനം. മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ, കർമ്മത്തിന്റെ ഗതികൾ, അവയിൽ ഈശ്വരനുള്ള പങ്ക്, ഇതെല്ലാം നമുക്കിന്ന് മനസ്സിലാക്കാം. വാക്കുകൾ, സംഗീതം, അനിമേഷൻ ചിത്രങ്ങൾ എന്നിങ്ങനെയുള്ള പരിധിയുള്ള മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പരിധികളില്ലാത്ത ഈശ്വരനെ സ്പഷ്ടമാക്കുവാനും അനുഭവിപ്പിക്കുവാനുമായി ഞങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥമായി പ്രയത്നിക്കുകയാണ്. ശുഭപ്രതീക്ഷയോടെ ഈശ്വരന്റെ വ്യക്തമായ പരിചയം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഈശ്വരനുമായി സ്വയം വ്യക്തിപരമായ ഒരു അനുഭവത്തിലേക്ക് നയിക്കുവാൻ ഈ ചിത്രീകരണം സഹായകമാകുമെന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ചിത്രീകരണത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും നിങ്ങൾക്ക് ഈശ്വരനുമായൊരു ബന്ധമുണ്ടാക്കുവാൻ സഹായിക്കുക എന്നത് മാത്രമാണ്. ദിവ്യപ്രകാശ ശക്തിമയമായ ഒരു സൂക്ഷ്മ ബിന്ദുവാണ് ഈശ്വരൻ. ഈശ്വരൻ വളരെ ചെറിയ ഒരു ബിന്ദുവാണ്. സൂക്ഷ്മാതിസൂക്ഷ്മമായ ചൈതന്യ ദിവ്യബിന്ദു, സ്വയം പ്രകാശിക്കുന്ന പ്രകാശബിന്ദു, സർവപ്രകാശങ്ങൾക്കും പ്രകാശമേകുന്ന നിരാകാരമായ ബിന്ദു. ഈശ്വരൻ ഒന്നു മാത്രമാണ്. ഒരേയൊരു രൂപമാണ് ഈശ്വരനുള്ളത്. സർവവിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും മതങ്ങൾക്കും ധർമ്മങ്ങൾക്കും സംസ്കാരങ്ങൾക്കുമെല്ലാം ഉപരിയാണ് ഈശ്വരൻ. പ്രകാശത്തിൻ്റെയും ശക്തിയുടെയും അസാധാരണമായ ഈ അലൗകിക ദിവ്യബിന്ദുവിനെ ലോകത്തിലുള്ള വിവിധ ആളുകൾ വ്യത്യസ്തമായ പേരുകളിൽ വിളിക്കുന്നു.
സർവ്വ ആത്മാക്കളുടെയും പരമപിതാവാണ് ഈശ്വരൻ. പിതാവ്, ഇത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യമാണ്. എല്ലാ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ചിന്താധാരകൾക്കുമെല്ലാം ഉപരി ഈ വിശ്വമെന്ന വിശാല വൃക്ഷത്തിൻ്റെ വിത്താണ് ഈശ്വരൻ. പിതാവാണ് ഈശ്വരൻ. ഈശ്വരൻ ലിംഗപരിധികൾക്ക് ഉപരിയാണ്. സ്ത്രീയായോ പുരുഷനായോ സംബോധന ചെയ്യാൻ കഴിയില്ല. എന്നാൽ പൊതുവായി ഈശ്വരനെ സംബോധന ചെയ്യുമ്പോൾ അവൻ, അവൻ്റെ എന്നെല്ലാമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള അവൻ, അവൻ്റെ എന്ന പ്രയോഗം മനുഷ്യർ പരസ്പരം ഉപയോഗിക്കുന്ന അവൻ, അവൾ എന്നീ വാക്കുകളുടെ അർത്ഥത്തിലെടുക്കേണ്ടതില്ല. ഈശ്വരനെ സംബോധന ചെയ്യുവാൻ മറ്റൊരു തരത്തിലും സാധ്യമല്ലാത്തതുകൊണ്ട് നമ്മുടെ ഭാഷയുടെ പരിമിതി കാരണം നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നു എന്നു മാത്രം. ഏതൊരു ദേഹധാരിയും തൻ്റെ ദേഹത്തിൻ്റെ സീമയ്ക്കുള്ളിൽ സ്വമേധയാ കുടുങ്ങിയിരിക്കുന്നു. എന്നാൽ ഈശ്വരന് ഒരു വിധത്തിലുള്ള സീമകളുമില്ല. കാരണം ഈശ്വരൻ അശരീരിയാണ്, നിരാകാരനാണ്, ജ്യോതി ബിന്ദു സ്വരൂപമാണ്. ഒരു ബിന്ദു ഒന്നിലും ബന്ധിക്കപ്പെടില്ല. അതിനാൽ ഈശ്വരനെ വിശ്വവ്യാപകമായി അംഗീകരിക്കുന്നു. ഈശ്വരന് ഭൗതിക ശരീരമോ ഭൗതിക ആകാരമോ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും ഈശ്വരൻ എന്ന് അവകാശപ്പെടുവാൻ കഴിയില്ല. ആരെയും നമുക്ക് ദൈവമെന്ന് വിളിക്കുവാനും കഴിയില്ല. മനുഷ്യനെന്നല്ല, ഒരു ദേവതയും ഈശ്വരനല്ല. ഈശ്വരനിലെ ഗുണങ്ങൾ അതുപോലെ കാണപ്പെടുന്ന മനുഷ്യരെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. എന്നാൽ ഈശ്വരൻ ജന്മമെടുക്കുന്നവനുമല്ല, ദേഹം ധരിക്കുന്നവനുമല്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജന്മമെടുത്തവനോ ദേഹം ധരിച്ചവനോ ഈശ്വരനല്ല. ഈശ്വരൻ ജനിമൃതി ചക്രത്തിന് അതീതനാണ്. എന്നാൽ ഈശ്വരൻ സർവ്വ ആത്മാക്കളുടെയും പിതാവാണ്. സർവ്വ ആത്മാക്കളും ഈശ്വരന്റെ സന്താനങ്ങളാണ്. കുട്ടി ഒരു കാലത്തും സ്വയം പിതാവായി മാറില്ല. അതിനാൽ ഒരു മനുഷ്യനും ഒരിക്കലും ഈശ്വരനാകുന്നില്ല. ഈശ്വരനും ആത്മാവും തീർത്തും വിഭിന്നമായ രണ്ട് അസ്തിത്വങ്ങളാണ്. ഈശ്വരൻ ഏറ്റവും ഉയർന്നതിലും ഉയർന്നതാണ്. സർവരുടെയും പിതാവാണ്. എന്നാൽ ഈശ്വരന് ഒരു മാതാവോ പിതാവോ ഇല്ല. ഭൗതിക തത്വങ്ങളാൽ നിർമ്മിതമായ സാകാര ലോകമാണ് നമ്മുടെ വാസസ്ഥലം. സൂര്യൻ, ചന്ദ്രൻ, എണ്ണമറ്റ നക്ഷത്രങ്ങൾ, ഭൂമി, മറ്റു ഭൗതിക വസ്തുക്കൾ, ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടതും ഇനിയും കണ്ടുപിടിക്കാനുള്ളതുമായ സമസ്ത മൂലകങ്ങളും, ഇവയെല്ലാം ചേർന്നതാണ് ഈ സാകാര ലോകം. അതായത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുവാനാകുന്ന ലോകം. എന്നാൽ ഈ ലോകത്തിന് പഞ്ചേന്ദ്രിയ ഗോചരമല്ലാത്ത മറ്റൊരു തലമുണ്ട്. അതൊരു ശാന്തിയുടെ ലോകമാണ്. അതിനെ പരംധാമം എന്നാണ് വിളിക്കുന്നത്. ഇന്ദ്രിയാനുഭവങ്ങളുടെ ഈ ലോകത്തിൽ നിന്ന് ധ്യാനത്തിലൂടെ നാം ആ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തേജോമയമായൊരു സ്വർണ്ണ ചുവപ്പ് പ്രകാശം അനന്തമായി വ്യാപിച്ചിരിക്കുന്നതു മാത്രമേ കാണുവാനാകൂ. ആ ലോകം സമയത്തിന് അതീതമാണ്, നിസ്സീമമാണ്. അതായത് സമയത്തിൻ്റെ അളവുകളോ ദൂരമോ ഭാരമോ ദിക്കുകളോ ഒന്നും തന്നെയില്ല. ഇത് പരമശാന്തിയുടെയും നിശബ്ദതയുടെയും ലോകമാണ്. ഇവിടെയാണ് ഈശ്വരൻ വസിക്കുന്നത്. പരമാത്മാ അവിഭാജ്യമായ ഒരു ദിവ്യപ്രകാശ ബിന്ദുവാണ്. പരംധാമ നിവാസിയാണ്. ആളുകൾ ഈശ്വരനെ വിളിക്കുമ്പോൾ സ്വാഭാവികമായും മുകളിലേക്ക് നോക്കുവാൻ കാരണം ഇതാണ്. ഈശ്വരൻ ഓരോ കണകണങ്ങളിലും വ്യാപിച്ചിരിക്കുന്നുവെങ്കിൽ ഓരോ കണങ്ങളും ചൈതന്യവത്താകണം. മാത്രമല്ല, ഓരോ കണങ്ങളും ഈശ്വരീയമായ തേജസ്സോടു കൂടിയവയുമാകണം. ഈശ്വരൻ എന്നാൽ ധർമ്മസ്വരൂപമാണ്. എന്നാൽ നാം ചുറ്റും കാണുന്നതെല്ലാം അധർമ്മമാണ്. എങ്ങും അധർമ്മം നിറഞ്ഞിരിക്കുന്നൊരു ലോകത്തെ നോക്കി ഇവിടെയെല്ലാം ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിൽ ഈശ്വരനോടുള്ള അനാദരവുമാണ്.
ഈശ്വരൻ എല്ലാം അറിയുന്നവനാണ്. എന്നാൽ എല്ലായിടത്തും ഇരുന്നു കൊണ്ട് മാത്രമേ എല്ലാം അറിയുവാൻ കഴിയൂ എന്നതിനർത്ഥമില്ല. ഈശ്വരൻ സൂര്യനും സൂര്യന്റെ കിരണങ്ങളും പോലെയാണ്. ഒരിടത്തിരുന്നു കൊണ്ട് തന്നെ ഭൂമിയുടെ ഒരു പകുതി മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ സൂര്യന് കഴിയുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ ആ പ്രദേശത്തെങ്ങും സൂര്യനുണ്ട്. എന്നാലും സൂര്യൻ സൂര്യന്റെ സ്ഥാനത്ത് തന്നെ നിലകൊള്ളുകയുമാണ്. സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിലും സൂര്യപ്രകാശം ഏൽക്കണമെങ്കിൽ നാം നമ്മുടെ കതകുകൾ തുറന്നു പുറത്തേക്ക് വരണം. അതുപോലെ ഈശ്വരനെ അനുഭവിക്കണമെങ്കിൽ നാം നമ്മുടെ ചില വിശ്വാസ സംഹിതകളിൽ നിന്നും പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഈശ്വരൻ പരംധാമത്തിലാണ് ഇരിക്കുന്നത്. ഈശ്വരന്റെ ദിവ്യഗുണങ്ങൾ ശാന്തി, ശക്തി, ജ്ഞാനം, വിവേകം, സുഖം, പവിത്രത, ആനന്ദം ഇവയുടെ എല്ലാം പ്രകമ്പനങ്ങൾ സദാ എങ്ങും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ലോകത്തിലേക്കും ഇത് പ്രസരിക്കുന്നുണ്ട്. നിബന്ധനകളില്ലാതെ ഈശ്വരനെ ആരാണോ സ്നേഹിക്കുന്നത്, ഓർമ്മിക്കുന്നത്, അവർക്കത് പ്രാപ്തമാകുന്നു. ഈശ്വരന്റെ ശക്തികളുടെയും ഗുണങ്ങളുടെയും അനുഭവം ഈശ്വരനെ സ്മരിക്കുന്നതിലൂടെയാണ് ലഭിക്കുക.